നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ദുർഭരണത്തിന് ചങ്ങല പൂട്ടിടും. ഒന്നും അവസാനിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേയുള്ളൂ. പിണറായി വിജയന്റെ കരണം പുകച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച് അങ്ങ് കേന്ദ്രമന്ത്രിയായതോടെ താൻ നിർത്തിയിട്ടില്ല. കേരളത്തിൽ പലതിനും തീർപ്പ് കൽപ്പിക്കാനുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു വയ്ക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പായിരിക്കണം ഇനിയുള്ള 2 വർഷവും നടത്തേണ്ടത്. ജനങ്ങൾ നമ്മളെ ഭരണം ഏൽപ്പിക്കുന്നതിലേക്ക് എത്തിക്കുന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ പരുവപ്പെടുത്തണം. സുരേഷ് ഗോപി ഏറെ മുൻകരുതലോടെയും മുൻകൂട്ടിയുമാണ് ഇപ്പോൾ ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ BJPയുടെ മുഖം സുരേഷ് ഗോപിയുടേത് തന്നെയാണെന്ന് ഉറപ്പായി കഴിഞ്ഞു. വിജയിച്ചതോടുകൂടി താനങ്ങ് കേന്ദ്രത്തിൽ അടയിരിക്കുമെന്ന് ആരും കരുതണ്ട എന്നാണ് മുന്നറിയിപ്പ്. അടുത്ത തെരഞ്ഞെടുപ്പിനേക്കുള്ള തയ്യാറെടുപ്പിലാണ് താനെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കുകയാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതോടെ ഉറക്കമില്ലാത്തത് പിണറായിക്കും CPMനുമാണ്. കാരണം കരുവന്നൂരിൽ കേന്ദ്രം എന്തോ കണക്ക് കൂട്ടുന്നുണ്ട്. സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിയാണ് കരുവന്നൂരിൽ കേന്ദ്രം കളിയിറക്കാൻ പോകുന്നത്. അത് സുരേഷ് ഗോപിയുടെ മൈലേജ് കൂട്ടാൻ വേണ്ടിയാണ്. കരുവന്നൂരിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് CPMനെ പൊള്ളിക്കുന്നു. വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂരിൽ BJP സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ സംസാരിച്ച സുരേഷ് ഗോപി ചില കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞിരുന്നു. അദ്ദേഹം ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞ് നാവ് വായിലേക്കിട്ടില്ല. അതും വളച്ചൊടിച്ച് CPM സൈബർ കൂട്ടം ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ജയിപ്പിച്ചു വിട്ട തൃശൂരുകാർ അനുഭവിച്ചോ ചെമ്പ് ഗോപി പണി തുടങ്ങിയെന്നാണ് CPM സൈബർ ഗ്രൂപ്പിന്റെ ക്യാപ്സൂള്. സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങളിലെ ചിലത് മാത്രം ചുരണ്ടിയെടുത്താണ് സൈബർ ഗ്രൂപ്പ് ഇപ്പോൾ ക്യാപ്സൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ MPയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതണ്ട എന്നും സിനിമാ നടനായാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുക, അതിനുള്ള പണം വാങ്ങിയേ പോകൂ എന്ന പ്രസ്താവന മാത്രം ചുരണ്ടിയെടുത്താണ് ബാക്കി അങ്ങ് മുക്കിയും CPM സൈബർ ഗ്രൂപ്പ് ആക്രമണം നടത്തുന്നത്. ജയിക്കാൻ വേണ്ടി ആരുടെ കാലും പിടിച്ചു നടന്ന ചെമ്പ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ തനിക്കൊണം കാണിച്ചെന്നാണ് CPMന്റെ രോദനം. എന്നാൽ ശരിക്കും സുരേഷ് ഗോപി പറഞ്ഞത് ഇങ്ങനെയാണ്: ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ MPയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതണ്ട എന്നും സിനിമാ നടനായാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുകയെന്നും സുരേഷ് ഗോപി പറഞ്ഞത്. അതിനുള്ള പണം വാങ്ങിയേ പോകൂ എന്നും ഇങ്ങനെ ലഭിക്കുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഒരു പൊതുപരിപാടിയിൽ സംസാരിച്ചപ്പോഴായിരുന്നു അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. താൻ ഇനിയും സിനിമ ചെയ്യും, അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ 5 മുതൽ 8% വരെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിൽ ചെലവഴിക്കും. വ്യക്തികൾക്കായിരിക്കില്ല ഇനി താൻ ഈ പണം നൽകുക. കണക്കുകൾ നൽകേണ്ടതുകൊണ്ട് 5 മുതൽ 8% വരെ തുക ശമ്പളത്തിൽ നിന്ന് നൽകാനേ കഴിയൂ എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഏതെങ്കിലും ഉദ്ഘാടനത്തിന് MPയെ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട. അവിടെ സിനിമാ നടനായി മാത്രമേ വരികയുള്ളൂ. അതിന് എന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ യോഗ്യമായ ശമ്പളം വാങ്ങിയേ പോകൂ. ആ കാശിൽ നിന്ന് നയാ പൈസ ഞാൻ എടുക്കില്ല. അതെന്റെ ട്രസ്റ്റിലേക്ക് പോകും, സുരേഷ് ഗോപി പറഞ്ഞു. ആ രീതിയിലൊക്കെയാണ് ഇനി തനിക്കെതിരെ ആക്രമണം വരാൻ പോകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. എന്തായാലും സുരേഷ് ഗോപി തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്നു ഇനി തനിക്ക് നേരെ ഇതിന്റെ പേരിലായിരിക്കും ആക്രമണം ഉണ്ടാകാൻ പോകുന്നതെന്ന്. ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. സുരേഷ് ഗോപി പറഞ്ഞു വെച്ചത് ഇതൊക്കെയാണ്: താൻ സിനിമയിൽ അഭിനയിക്കും, ആ പണവും തന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതായത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. MP ആയിട്ടല്ല, സിനിമാ നടനായിട്ട് തന്നെ ഉദ്ഘാടനങ്ങളിലേക്ക് പോകും, ആ പണവും ജനനന്മയ്ക്കായി ഉപയോഗിക്കുമെന്നാണ്. അല്ലാതെ തന്റെ വീട്ടിൽ കൊണ്ടുപോകും എന്നൊന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനെ ഉൾട്ടയാക്കി വളച്ചൊടിച്ച് അങ്ങ് സുരേഷ് ഗോപി പണി തുടങ്ങി തനിക്കൊണം കാണിച്ചു എന്നുള്ള രീതിയിൽ CPM സൈബർ ഗ്രൂപ്പുകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയുടെ മൈലേജ് ഒന്ന് ഇടിച്ച് താഴ്ത്തണം. അതിനു വേണ്ടിയിട്ട് അടയിരുന്ന് ഓരോന്ന് കണ്ടെത്താൻ നോക്കുകയാണ് CPMകാർ. അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലെ അറ്റവും മൂലയും മാത്രം ചുരണ്ടിയെടുത്ത് കേന്ദ്രമന്ത്രിയെ ആക്രമിക്കാനിറങ്ങിയ സൈബർ സംഘം എന്തായാലും തേഞ്ഞൊട്ടിയിട്ടുണ്ട്. ഏതായാലും CPMനുള്ള പണി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതാണ് സുരേഷ് ഗോപി വെച്ചലക്കിയത് ഈ ദുർഭരണത്തിന് ചങ്ങല പൂട്ടിടുമെന്ന്. കരുവന്നൂരിൽ എന്തോ ട്വിസ്റ്റ് നടക്കാൻ പോകുന്നുണ്ടെന്ന് CPMന് വ്യക്തമായി അറിയാം.
ഇ.ഡി. കരുവന്നൂരിൽ പിടിമുറുക്കുമ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കളത്തിലേക്ക് ഇറങ്ങുകയാണ്. കളി കണ്ട് ഗ്യാലറിയിലിരുന്ന് കരയാനാണ് CPMന്റെ വിധി. തട്ടിപ്പിനിരയായവർക്കിടയിലേക്ക് ഇറങ്ങുകയാണ് സുരേഷ് ഗോപി. തന്നെ കൈവിടാത്ത തൃശൂരുകാർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചതാണ് CPMനെ പൊള്ളിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി ചേർന്ന് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കടുത്ത എന്തോ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി. കൂടുതൽ CPM നേതാക്കളെ പ്രതി ചേർക്കുമെന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ അതുക്കും മേലെ ഒരു പണി വരുന്നുണ്ട്. ഇ.ഡി. ലിസ്റ്റിൽ ചില മന്ത്രിമാരുടെ പേരുകളുണ്ട്. അനധികൃത വായ്പ അനുവദിക്കാൻ P. രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്ന് CPM നേതാവ് തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. മന്ത്രി രാജീവിനിട്ടാണോ അണിയറയിൽ നീക്കം? എന്തായാലും ഒരു വിക്കറ്റ് തെറിക്കാറായി എന്ന സൂചനകൾ പുറത്തുവരുന്നു. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായാൽ സുരേഷ് ഗോപിയുടെ മൈലേജ് അങ്ങ് കൂടും. ജനങ്ങൾ കൂടുതൽ കേന്ദ്രമന്ത്രിയോട് അടുക്കും. കേന്ദ്രമന്ത്രിയുടെ പ്രവർത്തനങ്ങളോട് കൂടുതൽ വിശ്വാസ്യത ജനങ്ങൾക്ക് വരും. CPMുമായി ഒരുപാട് അകന്നു നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ആ വിടവിലൂടെ സുരേഷ് ഗോപി കയറുകയാണ്. എന്തായാലും സുരേഷ് ഗോപി അടങ്ങിയിരിക്കാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. CPMനിട്ട് പണിയാൻ കിട്ടുന്ന ഒരവസരവും കേന്ദ്രമന്ത്രി പാഴാക്കില്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ CPMന് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു. സുനിൽകുമാറിന് വേണ്ടി പ്രചാരണത്തിന് പോകാതെ നേതാക്കൾ പകുതിയിലേറെയും മാറി നിന്നത് കരുവന്നൂർ പേടികൊണ്ടാണ്. ജനങ്ങൾ കൈകാര്യം ചെയ്യുമോ എന്ന ഭയം. ആ സമയത്ത് കരുവന്നൂരിൽ സുരേഷ് ഗോപി കത്തിക്കയറിയിരുന്നു. നിക്ഷേപകരെ കേൾക്കാൻ തയ്യാറാകുകയാണ് കേന്ദ്രമന്ത്രി. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് മുൻപ് സുരേഷ് ഗോപി വാക്കുകൊടുത്തിരുന്നു. അങ്ങനെ വെറും വാക്ക് പറയുന്ന ആളല്ല സുരേഷ് ഗോപിയെന്ന് തൃശൂരുകാർക്കും അറിയാം. മുൻപ് തോറ്റപ്പോഴും അദ്ദേഹം തൃശൂരുകാർക്ക് വേണ്ടി നിന്ന ആളാണ്. അദ്ദേഹം കൊടുത്ത വാക്കുകൾ പാലിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ജയിച്ചു. കേന്ദ്ര സഹമന്ത്രിയാണ്. ആ അധികാരം കേരളത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കും എന്നതിൽ ഒരു സംശയവും ഇല്ല. കഴിഞ്ഞ 6-7 വർഷമായി കരുവന്നൂർ അഴിമതി പാർട്ടി മൂടി പൊതിഞ്ഞ് നേതാക്കളെ സംരക്ഷിച്ചു വരികയായിരുന്നു. ഇ.ഡി. വന്നതോടെയാണ് ആ സംരക്ഷണ വലയമങ്ങ് പൊട്ടിയത്. എവിടെ നിന്നെങ്കിലും കുറച്ച് പണം കരുവന്നൂരിൽ എത്തിച്ച് കുറച്ചുപേർക്കെങ്കിലും നൽകി തലയൂരാനാണ് CPM ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുന്നത് ഭയം കൊണ്ടാണ്. സംസ്ഥാനത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകളിൽ പോലും പല സഖാക്കൾക്കും കോടികളുടെ നിക്ഷേപമുണ്ട്. സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്ക് മാത്രമാണ് ജോലി ലഭിച്ചിട്ടുള്ളത്. അതിനാൽ സഖാക്കളുടെ നിക്ഷേപം എല്ലാ കാലത്തും രഹസ്യമായിരിക്കും. എന്നാൽ ഇ.ഡി. ഉൾപ്പെടെയുള്ള ഏജൻസികൾ വല വിരിച്ചതോടെ നിക്ഷേപം പിൻവലിച്ച് രക്ഷപ്പെടാൻ സഖാക്കൾ ശ്രമിക്കുകയാണ്. തൃശൂർ സംഭവത്തിലൂടെ ഒരു പുതിയ വിവരം ഇ.ഡിക്ക് ലഭിച്ചു. അതായത് CPM അവിഹിതമായി ഉണ്ടാക്കിയ പണം വിവിധ പൊതുമേഖലാ ബാങ്കുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്ന്. ഇനി അതിനു മുകളിലാണോ കേന്ദ്രമന്ത്രി കൈവയ്ക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.